നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കുമ്പോൾ എനിക്ക് ഉറങ്ങണം എന്ന് എത്ര ശക്തമായി വിചാരിക്കുന്നുവോ അത്രയും ഉറക്കം നിങ്ങളിൽ നിന്ന് അകന്നു പോവും. എന്നാൽ അതിനു പകരം ഞാൻ ഇന്ന് രാത്രി ഉറങ്ങില്ല, കണ്ണും തുറന്ന് ഇരിക്കും എന്ന് നിങ്ങളോട് തന്നെ നിർബന്ധം പിടിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞു പോവും. വിക്ടർ ഫ്രാങ്കൽ എന്ന പ്രശസ്ത സൈക്യാട്രിസ്റ്റ് കണ്ടെത്തിയ ഈ വിചിത്രമായ സൈക്കോളജിക്കൽ തന്ത്രമാണ് പാരഡോക്സിക്കൽ ഇന്റൻഷൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളെ ഓടിച്ചു കളയാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഭയം നമ്മളെ വിഴുങ്ങുന്നത്. സ്റ്റേജ് ഫിയർ, സോഷ്യൽ ആങ്സൈറ്റി, ഇന്റർവ്യൂവിലെ പേടി, പരീക്ഷാ പേടി, അല്ലെങ്കിൽ ബിസിനസ്സിൽ തോൽക്കുമോ എന്ന ഭയം, ഇതിനെയെല്ലാം എതിർത്ത് പോരാടുന്നതിന് പകരം അതിനെ സ്വാഗതം ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ക്ഷണിച്ചിരുത്തിയാൽ നിങ്ങളുടെ ഉള്ളിലെ ഭയം നിമിഷ നേരം കൊണ്ട് ഇല്ലാതാവും. നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും റീപ്രോഗ്രാം ചെയ്ത് ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാനുള്ള ഏറ്റവും ശക്തമായ മൂന്ന് സ്റ്റെപ്പുകൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ആഴത്തിൽ പഠിക്കാൻ പോകുകയാണ്. നമ്മുടെ തലച്ചോറിന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കണം. നമ്മൾ ഒരു ഭയത്തെ തടയാൻ ശ്രമിക്കുമ്പോൾ തലച്ചോറിലെ അമിഗ്ദാല എന്ന ഭാഗം അതിനെ ഒരു വലിയ അപകടമായി തെറ്റിദ്ധരിക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഒരു നീന്തൽക്കുളത്തിൽ ഒരു വലിയ പ്ലാസ്റ്റിക് ബോൾ വെള്ളത്തിനടിയിലേക്ക് ബലം പ്രയോഗിച്ച് താഴ്ത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ എത്രത്തോളം ശക്തി ഉപയോഗിച്ച് അത് അടിയിലേക്ക് താഴ്ത്തുന്നുവോ അത്രയും ശക്തമായി അത് വെള്ളത്തിന് മുകളിലേക്ക് തെറിച്ചു വരും. നിങ്ങളുടെ കൈയും തളരും. എന്നാൽ ആ ബോളിന് മേലുള്ള പിടി നിങ്ങൾ അയച്ചാൽ എന്താ സംഭവിക്കുക? അത് വെള്ളത്തിന് മുകളിൽ വെറുതെ ഒഴുകി നടക്കും. നിങ്ങൾക്ക് അതിൽ ഒരു ഭയവും തോന്നുകയില്ല. നിങ്ങളുടെ ഭയവും ആങ്സൈറ്റിയും ഇതുപോലെ തന്നെയാണ്. അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കും തോറും ഇത് ഇരട്ടി ശക്തിയോടെ പുറത്തു വരും. അതിനെ താഴെയിടാതെ അങ്ങോട്ട് ചെന്ന് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാവും. നമ്മൾ എന്താണോ പേടിക്കുന്നത് അത് നടക്കട്ടെ എന്ന് ഉറച്ചു തീരുമാനിക്കുമ്പോൾ തലച്ചോറിലെ ഫിയർ ലൂപ്പ് പെട്ടെന്ന് ബ്രേക്ക് ആകുന്നു. അതിനെയാണ് സൈക്കോളജിയിൽ ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി ഇല്ലാതാക്കുക എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ഭയത്തെ സ്വാഗതം ചെയ്യുക. നിങ്ങൾ ഭയത്തിൽ നിന്ന് ഓടിയൊളിക്കുമ്പോൾ ഭയം വലുതാകുന്നു. ഭയത്തിനെ നേരെ നടക്കുമ്പോൾ ഭയം ചെറുതാകുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അടുത്ത തവണ നിങ്ങൾക്ക് ഭയമോ ആങ്സൈറ്റിയോ അനുഭവപ്പെടുമ്പോൾ അയ്യോ എനിക്ക് ഭയം വരുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കരുത്. പകരം ഭയത്തോട് അങ്ങോട്ട് പറയുക, വാ, നിനക്ക് എന്നെ എത്രത്തോളം ഭയപ്പെടുത്താൻ കഴിയുമോ അത്രയും ഭയപ്പെടുത്തൂ. എൻ്റെ ഹൃദയമിടിപ്പ് ഇനിയും കൂട്ടൂ, എൻ്റെ കൈകൾ ഇനിയും വിറപ്പിക്കൂ എന്ന് മനസ്സിനോട് അങ്ങോട്ട് ആവശ്യപ്പെടുക. നിങ്ങൾ ഭയത്തെ ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിന് പിന്നീട് ഭയപ്പെടാൻ ഒരു കാരണവും ഇല്ലാതാകുന്നു. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു വലിയ സദസ്സിന് മുന്നിൽ പ്രസംഗിക്കാൻ കയറുമ്പോൾ കൈകൾ വിറച്ചാൽ എൻ്റെ കൈകൾ ഇനിയും ശക്തമായി വിറക്കട്ടെ, എല്ലാവരും കാണട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കുക. ഇതോടെ നിങ്ങളുടെ സ്ട്രെസ് പെട്ടെന്ന് ഇല്ലാതാകും. രണ്ടാമത്തെ പോയിന്റ്, ഏറ്റവും മോശമായ അവസ്ഥ സങ്കല്പിക്കുക. ഭയം മാറും. നിങ്ങൾ പേടിക്കുന്ന വിഷയം എന്താണോ അതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മോശമായ കാര്യം എന്താണെന്ന് സങ്കല്പിച്ച് അതിനെ ചിരിച്ചു തള്ളുക. നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ പേടിയാണെങ്കിൽ ഞാൻ തോറ്റുപോയാൽ എന്താവും? തെരുവിൽ അനാഥമാകുമോ? ഇല്ല, വീണ്ടും പുതിയ ജോലി ചെയ്യും എന്ന് ഭയത്തിൻ്റെ ഏറ്റവും അവസാന അതിർത്തിയെ കണ്ട് അംഗീകരിക്കുക. എക്സാമ്പിൾ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ തോൽക്കുമോ എന്ന് പേടിക്കുന്നതിന് പകരം ചോദിക്കുന്ന ചോദ്യത്തിനെയും എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ലെങ്കിൽ അവർ എന്നെ ഇറക്കിവിടും, അത്രയല്ലേയുള്ളൂ എന്ന് വിചാരിച്ച് കാര്യങ്ങളെ ലളിതമാക്കുക. മൂന്നാമത്തെ പോയിന്റ്, അറിഞ്ഞുകൊണ്ട് തോൽക്കാൻ തയ്യാറാവുക എന്നതാണ് ഭയത്തിന്റെ പ്രധാന വില്ലൻ. തോൽവിയെ സാധാരണ കാര്യമാക്കി കാണാൻ ഇത് സഹായിക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും 100% പെർഫെക്റ്റ് ആയിരിക്കണം എന്ന വാശി മാറ്റുക. ഞാൻ ഈ കാര്യം മോശമായി ചെയ്യാൻ പോകുകയാണ് എന്ന മൈൻഡ് സെറ്റോടെ കാര്യം ചെയ്തു തുടങ്ങുക. അത് നിങ്ങളിലെ ഓവർ തിങ്ക് ഇല്ലാതാക്കും. ഒരു എക്സാമ്പിൾ, ആദ്യമായി ഒരു വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുമെന്ന് വിചാരിച്ച് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക. പ്രഷർ മാറുമ്പോൾ നിങ്ങളുടെ സ്വാഭാവിക കഴിവ് പുറത്തു വരും. ഇപ്പോൾ തന്നെ ഒരു പേപ്പറും പേനയും എടുക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം എന്താണെന്ന് അതിലെഴുതുക. എന്നിട്ട് ആ ഭയത്തോട് അങ്ങോട്ട് പറയുക, ഇന്ന് മുതൽ ഞാൻ നിന്നെ ഭയപ്പെടില്ല, നീ എൻ്റെ ഉള്ളിലേക്ക് വന്നോളൂ, എനിക്ക് നിന്നെ നേരിടണം. ഇന്ന് തന്നെ ആ ഭയത്തിന് നേരെ ചെറിയൊരു ചുവട് മുന്നോട്ട് വെക്കൂ. ഭയത്തെ ഓടിക്കാൻ ശ്രമിക്കാതെ അതിനെ ചേർത്ത് പിടിച്ച് നേരിടാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായി ഒന്നും തന്നെ ഉണ്ടാകില്ല. ഈ പുതിയ സൈക്കോളജിക്കൽ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം.